ഹലോ അപ്പോൾ സ്കൂൾ തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എൻ്റെ ചട്ടയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചട്ടടാന്ന് വിചാരിച്ചു. എന്തായാലും ചട്ട മേലൊരു ഹാപ്പി ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാറാണ് പതിവില്ലേ. നമുക്ക് അത് ചെയ്യേണ്ട. അതിന് പകരം ഇങ്ങനെ നിവർത്താം. കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ നിവർത്തിയിട്ട് ഈ ഒരു ഭാഗം അതിൻ്റെ ക്ലിക്ക് വരുന്ന ഈ ഒരു ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കാണില്ല അല്ലേ ക്ലാരിറ്റി. ഓക്കെ, ഈ ഭാഗം പൊക്കുക. എന്നിട്ട് അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി എടുത്ത് വെച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇത് ഈ പുസ്തകത്തിൻ്റെ എൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അതിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് പൊക്കി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. കണ്ടോ? മനസ്സിലാവുണ്ടോ? ഇതൊന്ന് പൊക്കി കയറ്റി വെച്ച് കൊടുത്തതിന് ഇത് സെക്യൂറായി. എന്നിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ എന്നിട്ടാക്കിയിട്ട് ഈ ഭാഗം മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓ എ സെറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, പുസ്തകം നമ്മൾ വെട്ടിക്കളയേണ്ടി വന്നില്ല. പകരം അത് മടക്കി കയറ്റി ഇത് കണ്ട ഇത്രയും ലെങ്ത്തിലാക്കിയിട്ട് നമുക്ക് കയറ്റി വെച്ചേക്കാണ്. അതന്നെ അപ്പുറം ചെയ്ത് കൊടുക്കാം. നമ്മൾ ചട്ടിട്ട് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് തേക്കണ്ട. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചട്ടിട്ടാൽ മതി, നോ പ്രോബ്ലം. പിന്നെ വെട്ടിക്കളഞ്ഞിടണം എന്നുള്ളവർക്ക് ഇടാം, നോ പ്രോബ്ലം. പക്ഷേ കണ്ട ആദ്യം ഇവിടെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. പെട്ടെന്ന് കീറൊന്നുമില്ല. മറ്റേത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കീറി പോവല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതേപോലത്തെ തൊന്തരവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ രജു, പീസ് ഔട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഹാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ മറ്റേ ടൈപ്പാണോ അതോ ഈ പറഞ്ഞ ടൈപ്പാണോ ഇടാറ് എന്നുള്ളത്, അതായത് സൈഡ് കട്ട് ചെയ്തിട്ടാണോ ഇടാറുള്ളത്. ഞാനിപ്പോൾ 1-2 കൊല്ലത്തോളമായിട്ട് ഞാൻ അങ്ങനെ സൈഡ് കട്ട് ചെയ്യാറില്ല. കാരണം ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം അത് അതേപോലെ ഒരു കൊല്ലം ഫുൾ അങ്ങനെ തന്നെ ഇരുന്നോളും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൈപ്പിൽ തന്നെ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ പ്ലീസ്. പിന്നെ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ചെയ്ത് നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ